കായംകുളം നഗരസഭയിൽ വികസന മുരടിപ്പെന്ന ആരോപണം. കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും കഴിഞ്ഞ 10 വർഷമായി ഒരു തരത്തിലുള്ള വികസനവും നഗരസഭാ പരിധിയിൽ നടന്നിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് കായംകുളം നഗരസഭയിൽ വികസന മുരടിപ്പെന്ന് ആരോപണമുയരുന്നത്. കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. നഗരസഭയിൽ വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് DCC ജനറൽ സെക്രട്ടറിയും മുനിസിപ്പൽ കൗൺസിലർമാരുമായ K. പുഷ്പദാസ്, AP ഷാജഹാൻ എന്നിവർ ആരോപിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലമായി നഗരസഭയിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. ആധുനിക അറവുശാലയും ആധുനിക ശ്മശാനവും നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം വാക്കിൽ മാത്രം ഒതുങ്ങി. കായംകുളം നഗരസഭയിൽ അവർ ചെയ്താൽ 5 വർഷം കൊണ്ട് ചെയ്ത നേട്ടങ്ങൾ 100% തീർത്ത ഒരു കാര്യം അവർ രംഗത്ത് പറയണം, ജനങ്ങളോട് പറയണം. ഇത് ഞങ്ങൾ വന്നതിന് ശേഷം തുടങ്ങി, ഇതാണ് ഞങ്ങൾ തീർത്തു എന്ന് അവർ പറയാനുള്ള ആർജവം ചെയർപേഴ്സൺ കാണിക്കണം. അത് കാണിക്കാതെ വികസനരേഖയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കള്ളത്തരങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളുടെ വീടുകളിൽ എത്തിച്ചുകൊണ്ട് അവർ ഭരണ നേട്ടം കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു തട്ടിപ്പ് അത് ജനങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്. 5 വർഷം മുമ്പ് സെൻട്രൽ പ്രൈവറ്റ് ബസ് നിർമ്മിക്കുന്നതിനായി കല്ലിട്ടിരുന്നു. ഇതുവരെയും നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. സ്റ്റേഡിയവും ITയും അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളും ഭരണ നേതൃത്വം അട്ടിമറിച്ചെന്നും ഇവർ ആരോപിക്കുന്നു. നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ പട്ടണത്തിൽ എന്തോ വികസനം നടന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത ഉദ്ഘാടന മാമാങ്കം നടത്താൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2 തവണ ഉദ്ഘാടനം ചെയ്ത, ഇന്നും തുറന്നു കൊടുക്കാത്ത 80-90 ലക്ഷം രൂപ മുടക്കിയ കായംകുളം നഗരസഭയുടെ 3ാമത്തെ നിലയിലുള്ള ചോർന്നൊലിക്കുന്ന നഗരസഭാ കൗൺസിൽ ഹാളും അതിനോടൊപ്പം 30 ലക്ഷം രൂപ മുടക്കി ഒരാൾ പോലും അതിനകത്ത് കയറിയാൽ കരണ്ടടിക്കുന്ന രീതിയിലുള്ള സംവിധാനമുള്ള ഒരു ലിഫ്റ്റും അവിടെ സ്ഥാപിച്ചു. 2 തവണയാണ് ഇതിന്റെ ഉദ്ഘാടനം നടത്തിയത്. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കായംകുളം.